അതെ നല്ലൊരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെച്ചോ. അത് നല്ലതാണ്, അത് ഗുണം ചെയ്യും. 5 ലക്ഷം രൂപയുടെ കവറേജ് കിട്ടും. 5 ലക്ഷം രൂപയുടെ കവറേജ് കിട്ടും. ഇപ്പൊ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ട്രീറ്റ്മെന്റിന്റെ പൈസ മുഴുവൻ കിട്ടും നമുക്ക്. ഈ ഒരു വർഷത്തിന്റെ ഉള്ളിൽ അസുഖം വന്നാലേ നമുക്ക് അത് കിട്ടുള്ളൂ. അസുഖം ഒന്നും വന്നില്ലെങ്കിൽ ഈ അടച്ച 10,000 പോയില്ലേ? നമ്മളെ ഒന്ന് അങ്ങനെ കൊടുക്കാൻ നോക്കണ്ട. വരുമ്പോ നമുക്ക് എടുക്കാം. ഇല്ല ഇനിയിപ്പോ ഇതിന്റെ പേരിൽ നീ ഇനി കയറി ഇറങ്ങണ്ടേ, സമയം വേണ്ട. അച്ഛൻ സമ്മതിക്കില്ല, അതുകൊണ്ട് പറഞ്ഞാലും മനസ്സിലാവില്ലെങ്കിൽ എന്ത് ചെയ്യും? എപ്പോഴാ റൂമിലേക്ക് മാറ്റാൻ ഇറങ്ങി? ഓപ്പറേഷൻ കഴിഞ്ഞു. 2 ദിവസം ഒബ്സർവേഷനിൽ ഇരിക്കണതാ. അത് ശരി. കയ്യിലുള്ള 1.5 ലക്ഷം ഉറുപ്പ്യ ഞാൻ കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര വരെ നീ ചെറിയ എന്താടാ? ഞാൻ PROന്റെ അടുത്ത് പോയി അന്വേഷിച്ച് ഇപ്പോൾ ഓപ്പറേഷൻ ഇതുവരെയുള്ള ബില്ലും കൂടി 6 ലക്ഷം രൂപ സംതിങ് ആയിട്ടുണ്ടെന്നാ പറഞ്ഞത്. 6 ലക്ഷം. അതിലിപ്പോൾ അച്ഛൻ 1.5 ഇവിടെ അടച്ചിട്ടുണ്ടല്ലോ അഡ്വാൻസ്. ഇനി 4.5 ലക്ഷം രൂപയും കൂടി ഇന്ന് തന്നെ അടക്കണമെന്നാണ് പറയണത്. പിന്നെ ഇനി ഒരു 5-6 ദിവസം ഒബ്സർവേഷനിൽ നോക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വാർഡിലും അഡ്മിറ്റ് ആകണം. അപ്പോൾ അതിനും വേറെ ചിലവുകൾ വരുമെന്ന് പറഞ്ഞു. അല്ല സുഖപ്പ ഇത് എടുത്തില്ലേ, മറ്റേ നമ്മുടെ സത്യശീലിന്റെ ഇത് എടുത്തില്ല? ഏത്? മറ്റേ ഈ ഇത് ഇൻഷുറൻസിന്റെ മെഡിക്കലായും ഇക്കപ്പതാ ഇക്കണ്ട കായൊക്കെ വന്നിട്ടും എല്ലാ ചായയും കാപ്പിയുടെ കല്ലറ ചെല്ലാ കായ് അല്ലാതെ വേറെ ഒന്നും ചെലവാവില്ല. ഏറി വന്ന ഒരു 10,000 ഉറുപ്പ്യ അതിന് കൂടുതൽ കായ് ചെലവാവില്ല. ഇതോ ആ സത്യനെ വിളിച്ചിട്ടേ മന്മഥന്റെ പേരിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്താ ഈ ആശുപത്രിയിലത്തെ പൈസ കെട്ടാൻ പറ്റില്ലേ? കിട്ടൂലല്ലോ സൂതേട്ടാ. ഇതൊന്നും അസുഖം വന്ന് കിടക്കുമ്പോൾ എടുക്കേണ്ട സാധനമല്ല, അതിന്റെ മുമ്പേ എടുത്തു വെക്കേണ്ട സാധനം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യണം, ഇല്ലെങ്കിൽ അതിന് കാര്യമില്ല.